ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ജൂൺ 2 ദൈവത്തിൻ്റെ പ്രത്യേകമായ അഭിഷേകം നമ്മുടെ മേൽ വന്ന് നിറയുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ആത്മാക്കളെ പരിശോധിക്കണമെന്നും വിവേചിച്ചറിയണമെന്നും നമ്മളെ ഓർമ്മിപ്പിക്കുക. ഇങ്ങനെയാണ് പറയുക: പ്രിയപ്പെട്ടവരെ, ആത്മാക്കളെ നിങ്ങൾ വിശ്വസിക്കരുത്. എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. അവ ദൈവത്തിൽ നിന്നുള്ളവയാണോ എന്ന് നിങ്ങൾ പരിശോധിക്കുവിൻ. അവയെ നിങ്ങൾ വിവേചിച്ചറിയുവിൻ. പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവാണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഈശോ മിശിഹ ശരീരം സ്വീകരിച്ച് വന്നുവെന്ന് ഏറ്റുപറയുന്നവൻ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടാണ് അവന് പറയാൻ സാധിക്കുക. ഈശോ മിശിഹായെ ഏറ്റുപറയാത്തവനിൽ ദൈവത്തിൻ്റെ ആത്മാവില്ല. വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിരിക്കുന്ന അന്ത്യക്രിസ്തുവിൻ്റെ ആത്മാവാണ് അവനിലുള്ളത്. കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. ആയതിനാൽ നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാളും വലിയവനാണ്. അവരുടെ വാക്കുകൾ ലോകത്തിലുള്ളവർ ശ്രദ്ധിക്കുന്നു. അവർ പറയുന്നത് ലൗകികമായ കാര്യങ്ങളാണ്. നാം ദൈവത്തിൽ നിന്നുള്ളവരാണ്. നമ്മുടെ വാക്കുകൾ ദൈവത്തെ അറിയുന്നവർ ശ്രവിക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവർ ദൈവത്തിൻ്റെ വാക്കുകൾ, നമ്മുടെ വാക്കുകൾ അവർ ശ്രവിക്കുന്നില്ല. ഇങ്ങനെ സത്യാത്മാവിനെയും അസത്യാത്മാവിനെയും നമുക്ക് തിരിച്ചറിയാം. ഈ കാലഘട്ടത്തിൽ ധാരാളം വ്യാജ പ്രവാചകന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അവർ നമ്മളെ വഴിതെറ്റിക്കും. ഈശോയിൽ നിന്ന് അകറ്റി വസ്തുവിൻ്റെ മേലും ഭവനത്തിൻ്റെ മേലും ദിക്കിൻ്റെ മേലുമെല്ലാം പല പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മൾ ആകെപ്പാടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ കൊണ്ടെത്തിക്കും. നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിച്ച് ജീവിക്കുന്നത് കൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ മുന്നോട്ട് നയിക്കും. സ്നേഹമുള്ളവരെ, പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹൃദയമൊന്ന് ഉയർത്താം, കരങ്ങളും കണ്ണുകളും ഉയർത്താം. സ്നേഹനാഥനെ ഈശോയെ, പ്രഭാതത്തിൽ അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും ഞങ്ങൾക്ക് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കുവാൻ സത്യാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. ധാരാളം വ്യാജ പ്രബോധകർ ഇന്ന് ഈ കാലഘട്ടത്തിലുണ്ട്. യേശുവിനെയും പിതാവായ ദൈവത്തെയും പരിശുദ്ധമായ ദൈവത്തെയും പരിശുദ്ധ അമ്മയെയും വിശുദ്ധരെയും എല്ലാം ചേർത്ത് പിടിക്കുവാനുള്ള കരുത്ത് നമുക്കുണ്ടാകട്ടെ. ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തി ദൈവമേ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളുടെ മേലും പരിശുദ്ധാത്മാവ് ഒന്ന് നിറയട്ടെ. അന്ധാരശക്തിയുടെ പിടിയിൽ നിന്നും അവരെ നീ മോചിപ്പിക്കണമേ. ഈശോയെ, പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന സകല മക്കളുടെ മേലും നിന്റെ ആത്മാവിനെ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്ഥലം വയ്ക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച്, കടം വീട്ടുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സ്ഥലം വിറ്റുപോകാൻ നീ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും അവിടുത്തെ ഫീസ്റ്റ് ഡേ ആഘോഷിക്കുന്നവരുടെ മേലുമെല്ലാം നിന്റെ ആത്മാവിൻ്റെ പ്രവാഹം സമർത്ഥമായി വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയെ ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാവർക്കും വേണ്ടി, ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചു അവർക്കെല്ലാം വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.